മാറ്റും 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 മാറ്റും. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട് കണ്ടിട്ടുണ്ട്, ഉണ്ട് കേട്ടിട്ടുണ്ട്. ടി വി പ്രേക്ഷക സംഗമം കോട്ടയത്ത് ജൂൺ 26 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. ടി വി പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂൺ 27 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം നമുക്ക് തന്ന നല്ല ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അമ്പൂരിയിൽ നിന്നുള്ള ഷാജി എന്നു പേരുള്ള ഒരു ബ്രദറിൻ്റെ സാക്ഷ്യമാണ്. ഈ ബ്രദർ പറയുന്നത് തൻ്റെ ശരീരത്തിൽ പ്ലാസ്മ കുറഞ്ഞു പോകുന്ന ഒരു അസുഖത്തെ തുടർന്നിട്ട് താൻ ഒത്തിരി പ്രയാസത്തോടെ ആയിരുന്നു. അത് തൻ്റെ ശരീരത്തിൽ പ്ലാസ്മ കണ്ടിന്യൂസ് ആയിട്ട് കുത്തിവെക്കുവാനിടയായി. അതിന് ഡയാലിസിസ് ചെയ്തു. പക്ഷേ തൻ്റെ ലൈഫിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരിക്കുന്ന സമയത്താണ് താൻ ചർച്ചിലേക്ക് കടന്നു വന്നത്. തനിക്ക് നടന്നു വരാൻ കഴിയത്തില്ലായിരുന്നു. 4 പേരുടെ സഹായത്തോടു കൂടിയാണ് ചർച്ചിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്. ബ്രദർ അന്ന് സൗഖ്യമായി. കർത്താവിൻ്റെ കൃപ അന്ന് മുതൽ തൻ്റെ ലൈഫിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ആരംഭിക്കുവാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു വലിയ കാര്യം കൂടെ പറയാനുള്ള, തൻ്റെ ഭാര്യയും ഇതേപോലെ രോഗത്തിലായിരുന്നു. അസ്ഥി പൊടിയുന്ന രോഗമായിരുന്നു തനിക്കുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അസ്ഥിയും ഞരമ്പുകളും ജാമായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു സർജറി ചെയ്താൽ പോലും താൻ എഴുന്നേറ്റ് നടക്കത്തില്ല. അത്രത്തോളം നിരാശയുടെ അനുഭവത്തിലായിരുന്നു ഈ കുടുംബം പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ തൻ്റെ വൈഫിനെയും കർത്താവ് തൊടുവാനിടയായി തീർന്നു. ഒരു വലിയ മാറ്റം ആ വീട്ടിലുണ്ടായി. ഇന്ന് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരം അവർക്ക് അനുകൂലമായി ചലിച്ചു. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. ജീവിതത്തിൽ രോഗവും വേദനയും പ്രയാസവുമായിരിക്കുന്നവർ കർത്താവിങ്കിലേക്ക് നോക്കിയാട്ടെ. അവൻ്റെ മുഖം നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. അവൻ നമുക്ക് മതിയായവനാണ്, അവൻ ശക്തനാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഏത് രോഗമാണെങ്കിലും അതിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ എൻ്റെ ദൈവം മനസ്സുള്ളവനാണ്. കൃപയുള്ളവനാണ്. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കട്ടെ. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. എനിക്ക് ഹില്ലൻ ബേരീസ് എന്ന് പറയുന്ന ഒരു അസുഖം വന്ന് 2018 നവംബർ ആയപ്പോൾ ഞാൻ കിടപ്പിലായി. 4 പേര് ചേറലെടുത്തിട്ടാണ് വന്നത്. അങ്ങനെ 2019 മാർച്ച് ആയപ്പോൾ പുള്ളിക്കാരനും കിടപ്പായി. കഴുത്തിൻ്റെ താഴോട്ട് പൂർണ്ണമായിട്ടും തളർന്നു പോയി. അപ്പോൾ എന്നെ ഇതുവരെയാണ് ബ്രദർ പ്രാർത്ഥിച്ച് കൈ പിടിച്ച് എണ്ണിപ്പിച്ച് നടത്തി സ്റ്റേജിൽ കൂടെ ഓടിപ്പിച്ച് എന്നെ 28 വർഷം സ്റ്റാൻഡേർഡായിട്ട് മദ്യപിക്കുന്നു. കയ്യിലെടുക്കാൻ കൊള്ളൂല ഈ മനുഷ്യനെ. ഇന്ന് നമ്മുടെ ഇടയിൽ ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമായിട്ട് നമ്മളോട് കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഷാജി ബ്രദറാണ്, അല്ലേ? ഷാജി ബ്രദറാണ്. ഷാജി ബ്രദറും ഫാമിലി മുന്നോട്ട് വന്നിട്ട് ഇതൊരു ഭയങ്കര സാക്ഷിയോ, സോളി എക്സൈറ്റിംഗ് ആയൊരു സാക്ഷിയോ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിട്ടാണ് ഇന്ന് ഷാജി ബ്രദർ നമ്മുടെ ഇടയിലുണ്ട്. ഈ ഷാജി ബ്രദറിന്റെ സാക്ഷ്യം നിങ്ങളോട് പറയുമ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ഇന്ന് ഓർമ്മിക്കുന്നുണ്ട്, കാര്യവട്ടം സ്റ്റേഡിയത്തിൽ ഈ ഫാമിലി കടന്നു വന്നത്. അദ്ദേഹത്തെ അന്ന് 4 പേര് എടുത്തോണ്ടാ വന്നതെന്ന് എൻ്റെ വിശ്വാസം, അല്ലേ? എങ്ങനെയാ ബ്രദറെ? ബ്രദർ പറയാവോ, എന്നാ കാര്യവട്ടം സ്റ്റേഡിയത്തിൽ വന്നത്? എന്നായിരുന്നു ദൈവം സൗഖ്യമാക്കിയ? പറയാവോ ബ്രദറെ? 2019 മാർച്ച് മാസം 2019 മാർച്ച് മാസം, ലോക്ക്ഡൌണിന്റെ തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ ലോക്ക്ഡൌണിന്റെ ഒരു വർഷം മുമ്പ്, അല്ലേ? ഓക്കെ പറഞ്ഞാട്ടെ. എന്തായിരുന്നു ബ്രദർ വരാനുള്ള കാരണം? എങ്ങനെയാ ബ്രദർ വരാനിടയായത്? എങ്ങനെയാ വന്നത്? എനിക്ക് ഹില്ലൻ ബേരീസ് എന്ന് പറയുന്ന ഒരു അസുഖം വന്ന്. ഹില്ലൻ ബേരീസ് എന്ന് പറഞ്ഞ അസുഖം വന്നു. എന്താ ഹില്ലൻ ബേരീസ് എന്ന് പറഞ്ഞ എന്താ അസുഖം? അത് ബ്ലഡിലുള്ള പ്ലാസ്മ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട് എൻ്റെ ശരീരം മൊത്തം തളർന്നുപോയി. ബ്ലഡിലുള്ള പ്ലാസ്മ നഷ്ടപ്പെട്ടു. അതിന് ചികിത്സ എന്തോ? അപ്പൊ പ്ലാസ്മ നഷ്ടപ്പെട്ടു, ശരീരം തളർന്നുപോയി. മെഡിക്കൽ കോളേജിൽ പോയപ്പോഴത്തേക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാസ്മ ഡയാലിസിസ് ആയിരുന്നു. പ്ലാസ്മ ഡയാലിസിസ് ആയിരുന്നു എന്ന് പറഞ്ഞത് പ്ലാസ്മ വീണ്ടും നമുക്ക് കുത്തിവെക്കുക. ഈ ബ്ലഡ് ഫിൽട്ടർ ചെയ്ത് അതിന്റെ കൂടെ പ്ലാസ്മ കയറ്റുമായിരുന്നു. ഓക്കെ. അങ്ങനെ 8 ദിവസം കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഓക്കെ. അത് എത്ര നാൾ ചെയ്തു? അങ്ങനെ 8 ദിവസം കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ 20 ദിവസം
അഡ്മിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി. അവസ്ഥ ഇത് തന്നെയായിരുന്നു. കഴുത്തിന്റെ താഴോട്ട് പൂർണ്ണമായിട്ടും തളർന്നു പോയി. ഈ പ്ലാസ്മ നശിച്ചു പോകുന്ന അസുഖം കാരണം കംപ്ലീറ്റ് തളർന്നുപോയി. 8 ദിവസം ചികിത്സിച്ചു, 20 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. 28 ദിവസം മൊത്തം കിടന്നു എന്ന് പറയാം. അത് മെഡിക്കൽ കോളേജിലാണ് കിടന്നത്. ചികിത്സിച്ച ഡോക്ടേഴ്സിന്റെ പേര് ഓർമ്മയുണ്ട്? രവികുമാർ കുറുപ്പ് എന്ന് പറഞ്ഞ ഒരു ന്യൂറോയുടെ ഡോക്ടറാണ് ചികിത്സിച്ചത് നമ്മുടെ ഈ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. ഓക്കെ. അത് ഏത് വർഷമാണ് ചികിത്സിച്ചത് പറയാവോ? 2018 ലാസ്റ്റ് 2018 ലാസ്റ്റും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ചികിത്സിച്ചത്. ഓക്കെ, ആ സമയത്താണ് നമ്മുടെ മീറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞത് അല്ലേ? അതെ. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ബന്ധു സരോജിനി എന്ന് പറഞ്ഞൊരു മാമി ഇങ്ങനെ ഇവിടെ ചർച്ചിൽ വരുന്നുണ്ട്. അവർ പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സൗഖ്യം ഉണ്ടാവും. അതായത് ഈ മാറാതിരിക്കുന്ന ശരീരം തളർന്നുപോയ ദേഹത്തിന് സൗഖ്യം ഉണ്ടാകുന്ന സരോജിനി ആന്റി പറഞ്ഞു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് ആമേൻ 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 പറഞ്ഞേട്ടെ. അങ്ങനെ മാർച്ച് 10-ാം തീയതി ട്രിവാൻഡ്രത്ത് ട്രാവൻകൂർ പ്രയർ സെന്ററിൽ ആദ്യമായിട്ട് വന്നു. ട്രിവാൻഡ്രത്ത് നമ്മുടെ മീറ്റിങ്ങിന് കടന്നു. അതെ. അപ്പൊ അങ്ങനെ ബ്രദർ എന്നെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. എന്റെ അടുത്ത് ചോദിച്ചു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. എനിക്ക് ഇന്നതുപോലെ ഓർമ്മയുണ്ട് ബ്രദറെ സംഭവം. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് സൗഖ്യം കിട്ടണം എന്ന് പറഞ്ഞപ്പോ അന്ന് ബ്രദർ വന്നത് ശരിക്കും 4 പേര് എടുത്തോണ്ട് വന്നോ? ബ്രദർ 4 പേര് ചെയറിൽ എടുത്തിട്ടാണ് വന്നത്. ചെയറിലാണ് വന്നത്. നടക്കാൻ പറ്റത്തില്ല. ഇല്ല, നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഓക്കെ. അങ്ങനെ ബ്രദർ എനിക്ക് വേണ്ടി തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഷോക്ക് അടിക്കും പോലെ ഒരു അനുഭവം ഉണ്ടായി. ആ നിമിഷം എന്റെ കൈയും കാലിനും എനിക്കൊരു വിറയലുണ്ടായി. അപ്പൊ തന്നെ ബ്രദർ എന്റെ കൈ പിടിച്ച് മെല്ലെ നടത്താൻ തുടങ്ങി. എഴുന്നേറ്റ് ഒരു കൈയടി കൊടുക്കാൻ കർത്താവിനെ. എത്ര നല്ലൊരു കർത്താവിനെ നമ്മൾ സേവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അപ്പോൾ എത്ര നാളായി ബ്രദർ നടക്കാൻ വയ്യാതിരിക്കുവായിരുന്നു പറയാവോ? ഞാൻ ഏകദേശം ഒരു 1.5-2 മാസത്തോളം 2 മാസത്തോളമായി കംപ്ലീറ്റ് നടക്കാൻ പറ്റാതെ പൂർണ്ണമായിട്ട് ഞാൻ ഇങ്ങനെ തളർന്നു കിടക്കുമായിരുന്നു വീട്ടിൽ. കഴുത്തിന് താഴോട്ട് കംപ്ലീറ്റ് തളർന്നുപോയി. ഇതിന്റെ കാരണം പ്ലാസ്മ നശിച്ചു പോവുകയാണ്. ശരി ബ്രദറെ. ഓക്കെ. അങ്ങനെ ബ്രദർ പ്രാർത്ഥിച്ചു, എന്നെ കൈ പിടിച്ച് എന്നെ ഹോളിനകത്ത് മൊത്തവും നടത്തി. എനിക്ക് ഓർമ്മയുണ്ട്, നടത്തുമായിരുന്നു. നടക്കുമ്പോഴും കാലൊക്കെ വിറയ്ക്കുമായിരുന്നു. ഇങ്ങനെ നിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ വിറയ്ക്കുമായിരുന്നു. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ബ്രദർ പറഞ്ഞ് എല്ലാ ആഴ്ചയും ചർച്ചിൽ വരണം. ഓക്കെ. ഇത് കുറച്ച് പൂർണ്ണമായിട്ടും മാറും, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അതിനുശേഷം എല്ലാ ദിവസവും ചർച്ചയിൽ വരുന്നുണ്ട്. അന്ന് മുതല് ഇതുവരെ കിടന്നു പോയിട്ടില്ല. സിസ്റ്ററിനുണ്ടായ സൗഖ്യം അതിനേക്കാൾ വലിയൊരു കാര്യമാണ് എനിക്ക് തോന്നി. ഇദ്ദേഹത്തിന് സൗഖ്യമായ സമയത്ത് സിസ്റ്റർ അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് 2 പേർക്കും ഒരേപോലെ അസുഖമാണെങ്കിൽ എങ്ങനെ ആര് വീട് നോക്കുമെന്ന് ചോദിച്ചു. ഇന്നത്തെ പോലെ ഓർമ്മയുണ്ട് എനിക്ക്. പറഞ്ഞിട്ട് സിസ്റ്ററിന് എത്ര നാളായിട്ട് പ്രയാസം ഉണ്ടായിരുന്നു? എന്നായിരുന്നു മാറിയത്? 2015 തൊട്ട് എനിക്ക് അസുഖമായിരുന്നു. 2015 മുതൽ 2018 നവംബർ ആയപ്പോൾ ഞാൻ കിടപ്പിലായി. ഓക്കെ. നല്ല കിടപ്പിലായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവായിരുന്നു എൻ്റെ എല്ലാ കാര്യവും നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ 2019 മാർച്ച് ആയപ്പോൾ പുള്ളിക്കാരനും കിടപ്പായി. 2 പേരും കിടന്നു. എന്നാ വീട്ടിലെ സ്ഥിതി ഒന്ന് ചിന്തിച്ചു നോക്കി സൗരങ്ങൾ. നിങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഒരു സംഭവ കഥയാ പറയുന്നത്. നടന്ന കാര്യം, രക്ഷിച്ച യേശുവിന്റെ കാര്യമാണ് പറയുന്നത്. പറഞ്ഞാട്ട് എനിക്ക് ഈ അസ്ഥിക്ക് പൊടിച്ചിലും അസ്ഥിയും ഞരമ്പും കൂടെ ജാമായിരിക്കുന്നെന്നാണ് പറഞ്ഞത്. അസ്ഥി പൊടിഞ്ഞിട്ട് അസ്ഥി ഞരമ്പും കൂടെ ജാമായിരിക്കുന്നു. ചിത്രയിൽ വന്ന് ഓപ്പറേഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ ഓപ്പറേഷൻ ആദ്യം എവിടെയാ ചികിത്സിച്ചേ? ആയുർവേദ ആശുപത്രി. ആയുർവേദത്തിലായിരുന്നു. പിന്നെ എവിടെ കാണിച്ചു? ചിത്രയിൽ, ശ്രീ ചിത്രയിൽ കാണിച്ചു. പിന്നെ ഒരു ഡോക്ടറെ വീട്ടിൽ പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ചിത്രയിൽ പോകാൻ പറഞ്ഞു. ചിത്രയിൽ പോയപ്പോൾ പറഞ്ഞ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്താലും വലിയ ബുദ്ധിമുട്ടാണ്, നടക്കാനൊക്കെ ഭയങ്കര പാടാണ്, എണീറ്റ് നടക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴങ്ങനെ തീരെ കിടപ്പിലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ ഡോക്ടർമാർ തീരെ കിടപ്പായി പോകുമെന്ന് പറയാനുള്ള കാരണം എന്തോ? അത് ഓപ്പറേഷൻ ചെയ്താലും നേരെ വരില്ല എന്നാണ് അവർ പറയുന്നത്. ഏത് ഭാഗത്തായിരുന്നു യേശുവിന്റെ പ്രശ്നം? അവര് പറയുന്നത് ഫുള്ള് ഞരമ്പും അസ്ഥിയും പൊടിഞ്ഞു പോയെന്നാണ് പറയുന്നത്. അസ്ഥിയും ഞരമ്പും ഫുള്ളും പൊടിഞ്ഞു പോയി. എക്സ്റേ വല്ലതും ഉണ്ടോ കയ്യില്? കൊണ്ടുവന്നില്ലായിരുന്നു. കൊണ്ട് സ്കാനിങ് ഉണ്ട്, MRI സ്കാനാണ് എടുത്തത്. അതുകൊണ്ടായിരുന്നു കൊണ്ടുവന്നില്ലായിരുന്നു. കുഴപ്പമില്ല. ഇനി ഒരു പ്രാവശ്യം കാണിക്കുന്നൊക്കെ നല്ല ആളുകൾ കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയിട്ട് മനസ്സിലാവും, ഉറപ്പുണ്ടാവും. പറഞ്ഞാട്ടെ. അങ്ങനെ കിടപ്പിലായപ്പോഴാണ് ബ്രദറിന്റെ അടുത്ത് വന്ന് ബ്രദർ ഇദ്ദേഹം സൗഖ്യം കിട്ടിയ ആദ്യം ഇദ്ദേഹം വന്നത്. അതെ, ഞങ്ങൾ 2 ഒരേ ദിവസം തന്നെ വന്നേ. പുള്ളിക്കാരനെ എടുത്തോണ്ടാ വന്നേ, എന്നെയും പിടിച്ചോണ്ടാ വന്നത്. ഇത് 2 പേരും പിടിച്ചോണ്ടാ വന്നല്ലേ? 2 പേരും പിടിച്ചോണ്ടാ വന്നത്. അപ്പൊ എന്നെ ഇതുവരെയാണ് ബ്രദർ പ്രാർത്ഥിച്ച് കൈ പിടിച്ച് എണീപ്പിച്ച് നടത്തി സ്റ്റേജിൽ കൂടെ ഓടിപ്പിച്ച് അങ്ങനെ എണീറ്റ് നടക്കുക. അന്ന് തൊട്ട്
പൂർണ്ണമായി ഞാൻ നടക്കുമായിരുന്നു. ഒരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നവും ഇല്ല. ഒന്ന് കൈയടിച്ചു പറഞ്ഞു. എന്താ പറ്റാത്തെ? അതറിയില്ല, നടുവൊന്നും വരൂല, കാലുകൊണ്ട് നടക്കാനും പറ്റുന്നില്ല. എഴുന്നേറ്റ്. എണീക്കാൻ ബുദ്ധിമുട്ടാണ്. എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണോ? നിക്ക്. എവിടം കൊണ്ടാ വേദന? ഇവിടെ ഇവിടെ ഈ സൈഡ് കൊണ്ട്. അവിടെ ഒരാൾ കൈവച്ചേ. കുനിഞ്ഞ്. യേശുവിൻ നാമത്തിൽ സൗഖ്യമാവട്ടെ. ഇനി ആരും സഹായിക്കത്തൊന്നുമില്ല. എഴുന്നേക്കും. ചേച്ചി, ഞാൻ പ്രാർത്ഥിച്ചത് നിങ്ങൾ സൗഖ്യമാവാനാ. എഴുന്നേക്ക് ചേച്ചി. സാധാരണ ആൾക്കാർ നടക്കണ പോലെ നടക്കും. സ്പീഡി. നിന്റെ അമ്മ നടക്കത്തില്ലെന്നില്ലേ പറഞ്ഞ എന്നോട്? പറയടി. നടക്കുമായിരുന്നോ? ഇല്ല. നിങ്ങൾ എടുത്തോണ്ടാന്നോ വന്നേ അമ്മേ? പിടിച്ചോണ്ട്. അല്ല, നടക്കത്തില്ല. എത്ര നാളായി? 3. നടന്നേ, ഞാൻ കാണട്ടെ. ചുമ്മാ പറഞ്ഞായിരിക്കും മിക്കവാറും. നടക്കണ്ട, ഓട്. ഓടി ചേച്ചി. ഇവിടെ പപ്പ എന്തെങ്കുവാ? പപ്പയ്ക്ക് നടക്കത്തില്ലേ? അതിനും വയ്യ നടക്കാൻ. അതെന്താ പറ്റാത്തെ? ഇത് കൊള്ളാലോ. നിങ്ങൾ ഭർത്താവും ഭാര്യയും കൂടെ തളർന്നു കിടന്ന പിള്ളേരായിരുന്നു നോക്കും. അങ്ങനെയാണ് ഇപ്പം 4 മാസം കൊണ്ട് അങ്ങനെ തന്നെ. ഭർത്താവും തളർന്നു പോയി. ഇപ്പം നടക്കാൻ ഭയങ്കര. എനിക്കൊരു നിർബന്ധമുള്ള കാര്യം, സൗഖ്യമായി. എവിടുന്നാ നീ വരുന്നേ? അവിടെ എല്ലാ ഞായറാഴ്ചയും വരണം. നിനക്കൊരു അലർജി ഉണ്ട്, ഇന്ന് മാറും. ഇന്ന് ശ്വാസം മുട്ടത്തില്ല, നിനക്ക് വിമിഷ്ടം വരും, ഇന്ന് മാറുമോ? മോള് യേശുവിൻ്റെ ആവശ്യമുള്ളതാ. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇന്ന് കർത്താവിനെ കൊടുത്തോണം. ഇനി ജീവിക്കുന്ന ആർക്ക് വേണ്ടി ജീവിക്കണം? വാ, എൻ്റെ അപ്പനും കൂടെ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഭാര്യ നടക്കുമായിരുന്നോ? പറ. ഭാര്യ നടക്കുമായിരുന്നോ? ഇല്ല, നടക്കില്ലായിരുന്നു. ഇപ്പൊ ഭാര്യയല്ലേ നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്നേ? അതെ. പിടിക്കുക ചേച്ചി. ചേട്ടനെ വിടറോ. ചേട്ടനും ചേച്ചിയും കൂടെ നടക്കുക. ഞാനൊന്ന് കാണട്ടെ. ഇയാളെ എടുത്തോണ്ട് വന്ന കേട്ടോ. ചേച്ചിക്ക് വല്ല കുഴപ്പമുണ്ടോ? കണ്ടീഷനായി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സൂക്ഷിച്ചേ. എന്റെ അമ്മയ്ക്ക് നടക്കാൻ പറ്റുമായിരുന്നോടാ? ഇല്ല. നിന്റെ അമ്മയാന്നോ? ഓ. പിന്നൊന്ന് പിടിച്ചേ. നിന്നെ ഒന്ന് വിട ചേച്ചി, ഞാൻ പിടിച്ചോളാം. ഈ തലയില് ഡോക്ടർമാർ പറഞ്ഞ് കയറ്റി വയ്ക്കാനല്ലേ ഇങ്ങോട്ട് വരുന്നേ? ഡോക്ടർ പറഞ്ഞു എന്തോ വിഷമാന്നാ? പ്ലാസ്മ കുറഞ്ഞിട്ട് ഇങ്ങനെ ആയിപ്പോയതാ. ഇനി പാടാ. ഇപ്പൊ ഡയാലിസിസ് ഒക്കെ ചെയ്ത് 15 ദിവസം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇപ്പൊ വീട്ടിൽ വന്ന് TV പ്രോഗ്രാം 12-ാം തീയതി കാണുന്നുണ്ട്. നടന്നേ, തിരിച്ചു പോവാ. എന്റെ കയ്യിൽ നിന്ന് വിട്ടേ. എന്റെ നടന്നേ, ഞാൻ പുറയിലുണ്ട്. നടക്ക്. നടക്ക്. ഭയം പോട്ടെ. ഇന്നു മുതൽ നടക്കണം. അടുത്ത ആഴ്ച നടന്നുകൊണ്ടൊന്ന് സാക്ഷ്യം പറയണം. കിരുമ്പ തന്നെ നോക്കട്ടെ, കൊള്ളാവുന്നു. ഇദ്ദേഹത്തിന് സൗഖ്യമാക്കിയാണ്. ഞാൻ അന്ന് വന്നപ്പോഴത്തേക്കും ബ്രദറിനോട് ഞാൻ പറഞ്ഞു, ഞാൻ മദ്യപിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ 28 വർഷം സ്റ്റാൻഡേർഡായിട്ട് മദ്യപിക്കുമായിരുന്നു. സ്റ്റാൻഡേർഡായിട്ട് കുടിക്കുന്നു പറയുന്ന ആളെ ആദ്യമായിട്ട് കേൾക്കുമായിട്ട്. കൊള്ളു കുടിക്കുമായിരുന്നു? അതെ. രഹസ്യമായിട്ട് കുടിക്കുമായിരുന്നോ അതോ നന്നായി കുടിക്കുമായിരുന്നോ? നന്നായിട്ട് കുടിക്കുമായിരുന്നു. ഓക്കെ. ബ്രദർ എനിക്കൊരു കിസ് തന്നു, ഒരു ഉമ്മ തന്നു. അതിനുശേഷം കുടിച്ചിട്ടില്ല പിന്നെ? അതിനുശേഷം ഇതുവരെയും ഞാൻ അത്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ബ്രദർ ഈ ഉമ്മ വയ്ക്കുമ്പോ എങ്ങനെയാ കുടി മാറുന്നതെന്ന്. സിമ്പിളായി പറഞ്ഞു തരട്ടെ. കർത്താവിന്റെ സ്നേഹം ഒരാളുടെ മേൽ പകർന്നാൽ മറ്റു സാധനങ്ങളെല്ലാം വ്യക്തികളെ വിട്ടുപോകും. കഴിഞ്ഞ ആഴ്ച ഞാൻ പാറശാല പോയപ്പോൾ ഒരു യൗവനക്കാരും എന്റെ അടുക്ക വന്നു.
ഞാൻ അവനെ കണ്ടപ്പോൾ അവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. എനിക്ക് തോന്നുന്നു അവൻ ഇന്നു മുതൽ കർത്താവിനെ സേവിക്കുമെന്ന് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ ആഴ്ച ഈ തിരുവനന്തപുരം ചർച്ചിൽ ഒരു ഫാമിലിയെ കണ്ടപ്പോൾ അവനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അവൻ ആർത്ത് കരയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ വേദനകൾ മുഴുവൻ ചുമക്കുന്ന കർത്താവ്. നമ്മൾ ദുശീലങ്ങൾക്ക് അടിമയായി പോകുന്നതിന്റെ കാരണം ഷാജി ബ്രദറെ എനിക്ക് പറയാനുള്ളത്, കർത്താവിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തതുകൊണ്ട്. ഞാൻ വിശ്വസിക്കുന്ന യേശുവിന്റെ കാൽക്കല്ലിരുന്ന ഒരു സ്ത്രീ അവന്റെ കണ്ണുനീര് കൊണ്ട് അവന്റെ പാദം തുടച്ചപ്പോ അവൾക്കുണ്ടായ സന്തോഷം ആ വീട്ടിൽ, പരീക്ഷന്റെ വീട്ടിൽ താമസിച്ച ഒറ്റൊരാൾക്ക് കിട്ടിയില്ല. കാരണം കർത്താവിന്റെ സ്പർശനം അത്രയും വലുതാ. 28 വർഷമായി പിന്നെ കുടിക്കാൻ തോന്നിയിട്ടില്ല ഷാജി ബ്രദറെ? എന്ന് പറ, മൈക്കി പറ, കേക്കട്ടെ. എനിക്ക് കുടിക്കാനായിട്ട് തോന്നിയിട്ടില്ല. അതൊരു വലിയ സന്തോഷമുള്ള കാര്യം. ഞാൻ പല പാർട്ടിയിലും പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, എങ്കിലും ഞാൻ എന്റെ ഇടയിൽ മൈക്ക് മേടിക്കേണ്ട എന്തോ കാര്യമുണ്ട് കേട്ടോ, അന്ന് കൂടെ കേക്കട്ടെ. 400 രൂപയ്ക്കാ വണ്ടി ഓടുന്നതായിരുന്നു. 400 രൂപയ്ക്ക് അന്ന് വണ്ടി ഓടും. 700 രൂപയ്ക്ക് കുടിക്കുമായിരുന്നു. വെറുതെ അല്ല മൈക്ക് പറ്റിപ്പറിച്ചത്. 400 രൂപയ്ക്ക് വണ്ടി ഓടും, 700 രൂപയ്ക്ക് കള്ളു കുടിക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചർച്ചിൽ വന്നതോടെയായിരുന്നു അതെല്ലാം മാറിയത്. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞ തന്റെ വരുമാനത്തേക്കാൾ കൂടുതൽ കുടിക്കുമായിരുന്നു. അത്ര ഭയങ്കര മദ്യപാനിയായിരുന്നു. കയ്യിലെടുക്കാൻ കൊള്ളൂല മനുഷ്യനെ. അത്ര കുടിക്കും. ഇതേ ഒരു അയ്യോപാവിയായിട്ടുള്ള ഞാൻ വിചാരിച്ചിരുന്നു. ഇത്രയും കള്ളു കുടിക്കുന്ന ആളാണ് ഇപ്പോഴെനിക്ക് മനസ്സിലായത്. വഴക്കുണ്ടാക്കുമല്ലോ ചെയ്യോ ചേച്ചി? എല്ലാം ഉണ്ട്. ഇപ്പൊ എങ്ങനെ നമ്മളെ ഈ സ്റ്റേജ് വെച്ച് എല്ലാം കൂടെ പറയുന്നതല്ലേ, നമുക്ക് വീട്ടിൽ തിരിച്ചു പോകേണ്ട കാര്യമല്ലേ. ഇദ്ദേഹത്തെ കണ്ടതൊന്നും തോന്നത്തില്ല. എന്തൊരു അയ്യോ പാവയോ കുഞ്ഞു പിള്ളേർ ആട്ടുംകുട്ടിയുടെ മുഖമാണ് കേട്ടോ. ബ്രദറെ, ഒരു ദിവസം എത്ര കുടിക്കുമായിരുന്നു? ഒരു കുപ്പി കുടിക്കുവോ? 1/2 കുപ്പി കുടിക്കാം? കൈക്കൂ എടുത്തേ. ഒരു ദിവസം ഞാനൊരു 1/2 ലിറ്റർ മേടിക്കും. അതെ, രാവിലെ മുതലേ അടിക്കുവോ? അങ്ങോട്ട് പറ, പിടിക്കുന്നു കേട്ടോ. അവിടെ വീണ്ടും മൈക്ക് കൊടുക്കൊണ്ട് വരണമെങ്കിൽ വേഗം പറഞ്ഞു. അത് ഞാൻ ഞായറാഴ്ച ദിവസം ഏറ്റവും കൂടുതലും കുടിക്കുന്നത്. ഞായറാഴ്ച ക്രിസ്ത്യാനികളുടെ കള്ളു കുടിക്കുന്ന ദിവസമാണോ? പിന്നെ ഞാൻ വണ്ടി ഓട്ടം കഴിഞ്ഞിട്ട് റൂമിലായിരിക്കുന്ന സമയത്ത് ഏകദേശം 1/2 ലിറ്റർ വീണ്ടും അടിക്കും. 1/2 ലിറ്ററും അതിൽ കൂടുതലും കഴിക്കും. കണ്ട്, സ്റ്റാൻഡേർഡായ കാര്യങ്ങൾ വെളിപ്പെട്ട് വരുന്നേ ഉള്ളൂ. മദ്യപിച്ച ഈ ശരിക്കും പറഞ്ഞ വീട്ടിലേക്ക് കിട്ടുന്ന പൈസയും കൂടെ ചെലവാക്കുവോ? വീട്ടിൽ ഒന്നും കൊടുക്കത്തില്ല? അപ്പൊ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തും. എല്ലാം കടമാശായാലും അവരുടെ കാര്യങ്ങളെല്ലാം നടത്തും. മനസ്സമാധാനം ഇല്ല. മദ്യപാനമായിരുന്നു പ്രധാനമായിട്ടുള്ള. മനസ്സമാധാനത്തിന് വേണ്ടി കുടിച്ചോ അതോ മനസ്സമാധാനം പോയോണ്ട് കുടിച്ചോ? എന്തോ സംഭവം അതൊന്ന് പറഞ്ഞേ. കുടിക്കുമ്പോ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവും, നല്ല ഉറക്കം കിട്ടും. എനിക്കത് കള്ളത്തരമായിട്ടാണ് തോന്നുന്നത്. ഞാൻ കള്ളു കുടിച്ചിട്ടുള്ള ആളാ. കള്ളു കുടിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഓർമ്മ വരത്തേ ഉള്ളൂ. അതല്ലാന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കള്ളു കുടിച്ച് 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 ബോധം കെട്ട പിന്നെ സുഖമായിട്ട് ഉറങ്ങാം. എനിക്ക് കൂടുതൽ അടിക്കും തോറും ബോധം കെട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ബോധം കെടുന്നവരെ അടിക്കുന്ന അർത്ഥം. ഓക്കെ, വണ്ടർഫുൾ. കർത്താവ് അതിൽ നിന്ന് രക്ഷിച്ചു, അതിൽ നിന്നെല്ലാം ഒരു വിടുതൽ തന്നു. ഇപ്പൊ 3 വർഷം കൊണ്ട് മദ്യപിക്കണ്ട. ഇപ്പം മദ്യത്തിന്റെ ആസക്തി എന്നിൽ നിന്ന് വിട്ടുപോയി. 28 ആ ഒറ്റ ദിവസം കൊണ്ട് പോയ മദ്യപാന ആസക്തി പിന്നെ വന്നില്ല. ഇപ്പൊ ഞാൻ ചില പാർട്ടികളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഓക്കെ, ഞാന് സാധനം കാണാറുണ്ട്, ചിലപ്പോ ചേർന്നിരുന്നൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, പക്ഷേ ഈ സാധനം എനിക്ക് കഴിയുന്നില്ല, ഇനി വേണ്ടെന്ന് ഓർത്തിയാ. ഒന്ന് കൈയടി കൊടുത്തേ. എന്നാൽ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ. എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, വീഞ്ഞ് നൊരഞ്ഞു പന്തുന്നത് നീ നോക്കരുത്, അത് അണലി പോലെ നമ്മളെ കടിക്കും. അങ്ങനെ ഒരു പാട്ടി പോലെ ഒഴിച്ചു കൊടുക്കാൻ നിൽക്കരുത്. കാരണം അത് നമ്മളെ തൊടത്തിലായിരിക്കും. പക്ഷേ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, ഈ ചില ആളുകളെ, വ്യഭിചാരികളായ സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് സുവിശേഷം പറയാൻ പോകും. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, വ്യഭിചാരത്തിൽ വീണ് പോയ ഒരാൾ, നശിച്ച ആ സ്ഥലത്തിൽ നിന്ന് വീണ ഒരാളോട് സുവിശേഷം പറയാൻ എളുപ്പമാണ്. പക്ഷെ പുതിയൊരാൾ പോയിട്ട് അതിനകത്ത് പോയി പ്രസംഗിച്ച പിന്നെ ഞാൻ അയാൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കേണ്ടി വരും. അതേപോലെ നമ്മൾ എന്ത് ചെയ്യരുത്, മദ്യപാനത്തിൻ്റെ സ്ഥലത്തിൽ നമ്മൾ പുറത്തു പോകുന്നയാളാണ്, നമ്മളിനി ഒഴിച്ചു കൊടുക്കാനും പോകണ്ട. നമ്മൾ പറയണം, ആ ലാഭം എനിക്ക് വേണ്ട, ആ ബിസിനസ് എനിക്ക് വേണ്ട. കർത്താവ് കരുതുവാൻ ശക്തനാണ്. ആമേൻ. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. സഭ രോഗശാന്തി ചെയ്യുന്നില്ല എങ്കിൽ എങ്ങനെയാ ആളുകൾ യേശുവിനെ അറിയുന്നത്? ഷാജി ബ്രദറിനുണ്ടായ സൗഖ്യം നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമാണ്. എന്നാൽ എന്റെ യേശു കർത്താവ് ഷാജി ബ്രദറിനെ 3 വർഷമായി ഇപ്പോഴും ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുകയാണ്. കാരണം നിങ്ങളോട് മുമ്പിൽ കർത്താവിന്റെ സാക്ഷ്യം പറയാൻ നിൽക്കുക. പ്ലാസ്മ നശിച്ചു പോകുന്ന അസുഖമായിരുന്നു. തനിക്ക്
തന്റെ ശരീരം കഴുത്തിന് താഴോട്ട് തളർന്നുപോയി. ഞാൻ ഈ പകൽ ചോദിക്കട്ടെ, നിങ്ങൾ തളർന്നു പോയവരാണ് എങ്കിൽ, നശിച്ചു പോയവരാണ് എങ്കിൽ, ഡോക്ടേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവരാണ് എങ്കിൽ, ഡയാലിസിസ് പറയുന്നവരാണ് എങ്കിൽ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്തുവാകട്ടെ, രക്ഷിക്കാൻ കഴിയുന്ന ഒരു യേശു ഇവിടെ വന്നിട്ടുണ്ട്. രക്ഷിപ്പാൻ കഴിയുന്ന ഒരു യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് കൈ അടിച്ചൊരു ആമീൻ പറഞ്ഞോട്ടെ. നമ്മളെ കാണുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങളെ കാണുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് തളർന്നവർ ചാടി എഴുന്നേൽക്കട്ടെ, മുടന്തർ ഓടട്ടെ, കുരുടർ കാണട്ടെ, ചെവിടർ കേൾക്കട്ടെ. അസാധാരണമായ ദൈവശക്തി ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന് മുമ്പ് ആ മുടന്തനായവൻ എഴുന്നേറ്റ് നടന്നതുപോലെ, നിര്യാണികൾ ബലപ്പെട്ടതുപോലെ ഇന്ന് ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി ചലിക്കട്ടെ. അപ്പ എഴുന്നേൽക്കത്തില്ല എന്ന് പറഞ്ഞത്, തളർന്നു പോകുമെന്ന് പറഞ്ഞവർ ഇന്ന് പകൽ അത്ഭുത സൗഖ്യത്തിലേക്ക് കടന്നു വരട്ടെ. ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള രോഗസൗഖ്യം കർത്താവേ ഓരോ ഭവനങ്ങളിലും ചലിക്കട്ടെ. അപ്പ എനിക്ക് കൈവെക്കുവാൻ സാധിക്കുന്നില്ല, എനിക്ക് കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞവരുടെ ജീവിതത്തിലേക്ക് ദൈവശക്തി ഒരു കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ഈ സമയം ഞങ്ങളുടെ കാണുന്ന കുടുംബങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കട്ടെ. അവർ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. സൗരങ്ങളെ, ചില ആളുകൾ ചോദിക്കാറുണ്ട്, ചർച്ചിനകത്ത് രോഗശാന്തി വേണോ, അത്ഭുതങ്ങൾ വേണോ, പ്രസംഗിച്ചാൽ പോരെ? ഞാൻ പറയാറുള്ളത്, ശ്രദ്ധിച്ച് കേട്ടാട്ടെ, വളരെ ഗൗരവമായിട്ട് അറിയേണ്ടത്, സഭയാണ് രോഗിയെ സൗഖ്യമാക്കുന്ന ഒരു ദൈവത്തെ ലോകത്തിനെ പരിചയപ്പെടുത്തണം. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. നിങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ജീവിക്കുന്നൊരു ദൈവമുണ്ട്, സൗഖ്യമാക്കുന്നൊരു കർത്താവുണ്ട്. ഇതുവരെയും അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല, ഇതുവരെ അടയാളങ്ങൾ തീർന്നു പോയിട്ടില്ല. ഇന്നും വീര്യപ്രവർത്തികൾ ചെയ്യുന്ന ഒരുവനുണ്ട്. ആശിഷിനോട് ചേർന്ന് നമുക്ക് സോളി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് അസ്ഥികൾ പൊടിയുന്ന രോഗത്താൽ ആരെങ്കിലും ഭാരപ്പെട്ടവരായി എന്നെ കാണുന്നുവെങ്കിൽ, മുട്ട് തെയ്യുന്നു, ഹിപ്പ് തെയ്യുന്നു, അസ്ഥികൾ തെയ്യുന്നു, ഏതെങ്കിലും ഭാരം ഉണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾ കൈകൾ വെച്ചാട്ടെ. യേശു പകരുന്ന സൗഖ്യം ഉണ്ടാകട്ടെ, യേശു പകരുന്ന സൗഖ്യം ഉണ്ടാകട്ടെ. സോളി ഒരു വാക്ക് പ്രാർത്ഥിച്ചേ. സൗഖ്യം പോലെ സിസ്റ്റർ പറയുന്നത്, തന്റെ ഞരമ്പുകൾ അതേപോലെ എല്ലുകൾ പൊടിഞ്ഞിട്ട് കർത്താവെ താൻ കിടപ്പിലായിരുന്ന സ്ഥിതിയിൽ നിന്നാണ് കർത്താവ് രക്ഷിക്കുവാനിടയായി തീർന്നത്. അപ്പൊ ഇതേ പ്രയാസത്തോടെ കർത്താവെ ഡിസ്കുകൾക്ക് പ്രയാസമായിട്ട് കിടപ്പിലായി പോയെന്ന സ്ഥിതിയിലായിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അപ്പ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അപ്പ കാൽ എടുത്തു വെക്കുവാൻ കഴിയാത്ത വിധത്തിൽ, കർത്താവെ നന്നായി നടക്കുവാൻ കഴിയാത്ത വിധത്തിൽ, അപ്പ എല്ലുകൾക്ക് പ്രയാസമുള്ളവർ, കർത്താവേ ഞരമ്പ് ജാമായിരിക്കുന്നവർ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അവിടുന്ന് ചെയ്തിരിക്കാൻ നന്ദി. ഈ സമയത്ത് നടുവിന് പ്രയാസമുള്ളവർ, എല്ലുകൾ ജാമ എന്ന് പറയുന്നവർ, L4 L5 നെല്ലുകൾ പോയിട്ടുള്ളവർ, കഴുത്തിന് പ്രശ്നമുള്ളവർ ആ ഭാഗത്തെ കൈവച്ചാണ് നസ്രാനായ യേശുവിന്റെ നാമത്താൽ കർത്താവേ ഞങ്ങൾക്ക് ലഭ്യമാകുന്ന അത്ഭുത സൗഖ്യം ഉണ്ടാകട്ടെ. അത്ഭുത സൗഖ്യം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ തേഞ്ഞ അസ്ഥികൾക്ക് പകരം പുതിയ അസ്ഥികൾ ഉണ്ടാകട്ടെ. പുതിയ അസ്ഥികൾ ഉണ്ടാകട്ടെ. Now in the name of Jesus. Now in the name of Jesus. അത്ഭുതപൂർവമായ ഒരു സൗഖ്യം വ്യാപരിക്കട്ടെ. അത്ഭുതപൂർവമായ ഒരു സൗഖ്യം വ്യാപരിക്കട്ടെ. ഇപ്പോൾ വീടുകൾ വിടുവിക്കപ്പെടട്ടെ. ഇപ്പോൾ കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ആമേൻ. കർത്താവ് അനേകരെ സൗഖ്യമാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. TV പ്രേക്ഷക സംഗമം പാലക്കാട് ജൂൺ 19 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി.
TV പ്രേക്ഷക സംഗമം എറണാകുളം ജൂൺ 20 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ തക്കോണം ദൈവം നമ്മളെ വേർതിരിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്തതാണ് സന്തോഷവും സമാധാനവും. അത് ദൈവത്തിൽ നിന്ന് ഉളവാകുന്നതാണ്. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ സമാധാനം അത് നമ്മളിൽ വസിക്കണമെന്ന്. അതാ എൻ്റെ വീട്ടിൽ വസിക്കണം, നിങ്ങളുടെ വീട്ടിൽ വസിക്കണം. നിങ്ങളുടെ ഹൃദയം സമാധാനത്താൽ പണിയപ്പെടണം. എന്നോടൊപ്പം ആയിരിക്കുന്നവർ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചാട്ടെ. ഹൃദയത്തിലോട്ട് നോക്കിയിട്ട് നെഞ്ചിൽ കൈവച്ചിട്ട് പറഞ്ഞാട്ടെ, അപ്പോൾ ആ സമാധാനം എന്നിൽ വസിക്കട്ടെ എന്ന് പറയാം. ഹല്ലേലൂയ. അപ്പോൾ ഈ വീടുകളിൽ അത് വസിക്കട്ടെ. അപ്പോൾ ആ സമാധാനം ആ വീടുകളിൽ വസിക്കട്ടെ. ഓരോ കുടുംബങ്ങളിൽ അത് വസിക്കട്ടെ. എൻ്റെ കർത്താവ് അവിടെ വസിക്കട്ടെ. അപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ കൃപ ആ വീടുകളിൽ ചലിക്കട്ടെ. അപ്പോൾ കർത്താവെ, ഈ വീടുകളിൽ രോഗിയായിരിക്കുന്ന സകല വ്യക്തികളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിലേക്ക് വരട്ടെ. അപ്പോൾ കർത്താവെ, മാറില്ല എന്ന് പറയുന്നവർ, അവസാനമായി എന്ന് പറയുന്നവർ, കർത്താവെ ഇന്ന് രാത്രി കാലം സൗഖ്യത്തിലേക്ക് വരട്ടെ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇനിയൊരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറയുന്നവർ, ഇനി ആര് കൈനീട്ടിയാലും ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്ന് പറയുന്നവർ, എന്നെ സഹായിക്കുവാൻ കഴിയുന്ന ഒരു കരവുമില്ല എന്ന് പറയുന്നവർ, കർത്താവെ അപ്പാ അവിടുത്തെ കരസ്പർശനം, അപ്പോൾ അവിടുത്തെ കരുണ ഈ കുടുംബങ്ങളിൽ ചലിക്കട്ടെ. അപ്പോൾ വ്യക്തികളിൽ ചലിക്കട്ടെ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, നിൻ്റെ കരുണയ്ക്കായി നന്ദി പറയുന്നു. ഇന്ന് രാത്രി കാലം ഇവരുടെ ലൈഫിലൊരു വലിയ മാറ്റമുണ്ടാകട്ടെ. അപ്പോൾ യേശുവേ, നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. എനിക്കൊരു സിസ്റ്ററിനെ കാണാം. ആ സിസ്റ്ററിൻ്റെ ഈ രണ്ട് സൈഡും ഭയങ്കര വേദനയാണ്. നാളുകളായിട്ട് ആ നിമിത്തം ഭാരപ്പെടുകയാണ്. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോഴത് സൗഖ്യമാകട്ടെ, ഇപ്പോഴത് സൗഖ്യമാകട്ടെ, ഇപ്പോഴത് സൗഖ്യമാകട്ടെ. അപ്പോൾ അവിടുന്ന് കൊടുക്കുന്ന വിടുതലിനായി നന്ദി പറയുന്നു, നന്ദി പറയുന്നു. സ്കിന്നിൽ എപ്പോഴും ഇച്ചിങ് ഉള്ള ഒരു വ്യക്തിയെ കാണാം. മാറി മാറി ഓരോ ദിവസവും തനിക്ക് പ്രയാസമാണ്. കർത്താവേ, നിൻ്റെ കൃപ ചലിക്കണമപ്പാ, സൗഖ്യം ചലിക്കണമപ്പാ, കൃപ ചലിക്കണമപ്പാ, സൗഖ്യം ചലിക്കണമപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് ചെയ്ത കൃപയ്ക്കായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ സൗഖ്യത്തിനായി നന്ദി പറയാം. അവൻ്റെ കൃപയിലായിരിക്കാം. എല്ലാവിധമായ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.